ശീതകാല വസതി. ഒരിടത്ത് ഒരു വൃദ്ധനും വൃദ്ധയും ഉണ്ടായിരുന്നു. അവർക്ക് ഒരു കാളയും ചെമ്മരിയാടും താറാവും കോഴിയും പന്നിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം വൃദ്ധൻ ഭാര്യയോട് പറഞ്ഞു, നമ്മൾ എന്തിനായി കോഴിയെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത്? അടുത്ത ദിവസം നമുക്കതിനെ കൊന്നു തിന്നാം. ശരി, നമുക്കതിനെ കൊന്നു തിന്നാം, വൃദ്ധയും പറഞ്ഞു. കോഴി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ അത് സൂത്രത്തിൽ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. രാവിലെ വൃദ്ധൻ ചെന്ന് കൂട് തുറന്നു നോക്കിയപ്പോൾ കോഴിയെ കാണാനില്ല. കാട്ടിലും മേട്ടിലും മുഴുവൻ കയറി ഇറങ്ങി തിരഞ്ഞെങ്കിലും കോഴിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വൈകുന്നേരമായപ്പോൾ അയാൾ വീണ്ടും ഭാര്യയോട് പറഞ്ഞു, കോഴിയെ ഇവിടെ എല്ലാം തിരഞ്ഞു, കിട്ടിയില്ല. ഇനിയിപ്പോൾ നമുക്ക് പന്നിയെ കൊല്ലേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ശരി, എന്നാൽ പന്നിയാവട്ടെ എന്ന് പറഞ്ഞു ഭാര്യ. പന്നിയും ഈ സംഭാഷണം കേട്ടു. രാത്രിയായപ്പോൾ അതും ഒരു വിധത്തിൽ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പിറ്റേന്നും വൃദ്ധൻ എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും പന്നിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം അയാൾ പറഞ്ഞു, ഭാര്യയെ, ഇനി നമുക്ക് ചെമ്മരിയാടിനെ തന്നെ കൊല്ലുകയേ നിവൃത്തിയുള്ളൂ. ശരി എന്ന് സമ്മതിച്ചു വൃദ്ധ. ചെമ്മരിയാടും ഇത് കേട്ടു. അത് എന്ന് താറാവിനോടും പറഞ്ഞു, താറാവേ, വൃദ്ധനും വൃദ്ധയും കൂടി നമ്മളെ രണ്ടുപേരെയും കൊല്ലാൻ തുടങ്ങുകയാണ്. ഉടനെ കാട്ടിലേക്ക് ഓടിപ്പോവുകയേ രക്ഷയുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും രാത്രി തന്നെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. കാലത്ത് വൃദ്ധൻ എഴുന്നേറ്റ് കൂട് തുറന്നു നോക്കിയപ്പോൾ താറാവും ഇല്ല, ചെമ്മരിയാടും ഇല്ല. എല്ലായിടത്തും തിരഞ്ഞു, പക്ഷെ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയതേയില്ല. വൃദ്ധൻ വൃദ്ധയോട് പറഞ്ഞു, എല്ലാ മൃഗങ്ങളും നമ്മളെ പറ്റിച്ചു പോയി. ഇനി കാള മാത്രമേ ബാക്കിയുള്ളൂ. നാളെ തന്നെ നമുക്ക് കാളയെ കൊന്നു തിന്നാം. അങ്ങനെയെങ്കിൽ അങ്ങനെ, വൃദ്ധ സമ്മതം മൂളി. ഇത് കേട്ട കാളയും രാത്രി തന്നെ കാട് കയറി. വേനൽക്കാലത്ത് കാട്ടിൽ നല്ല സുഖമാണ്. ഒളിച്ചോടിയ ജന്തുക്കൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്നാൽ വേനലിനു ശേഷം മഞ്ഞുകാലം വരും. ഇത് മനസ്സിലാക്കിയ കാള ചെമ്മരിയാടിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ചങ്ങാതി, തണുപ്പ് കാലമാണ് വരുന്നത്. നമുക്ക് മരം കൊണ്ട് ഒരു വീടുണ്ടാക്കണ്ടേ? എന്തു പറയുന്നു? ഇത് കേട്ട ചെമ്മരിയാട് പറഞ്ഞു, കാളെ, എനിക്ക് സ്വന്തമായി ഒരു രോമക്കുപ്പായമുണ്ട്. തണുപ്പിനെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീട് വെക്കാനൊന്നുമില്ല. ഇത് കേട്ട കാള പന്നിയുടെ അടുത്ത് ചെന്നു. അവനോടും ചോദിച്ചു, പന്നി, നമുക്കൊരു വീടുണ്ടാക്കണ്ടേ? ഇത് കേട്ട പന്നി പറഞ്ഞു, എത്ര ശക്തിയുള്ള തണുപ്പ് വന്നാലും ഞാൻ നിലത്തൊരു കുഴി ഒഴിച്ച് അതിൽ കിടക്കും. എനിക്ക് വേറെ വീടൊന്നും വേണ്ട. പിന്നീട് കാള താറാവിൻ്റെ അടുത്ത് ചെന്നു. താറാവിനോടും വീട് വയ്ക്കുന്നതിനെ പറ്റി സംസാരിച്ചു. അത് കേട്ട താറാവ് പറഞ്ഞു, കാളെ, എനിക്ക് ഒരു ചിറക് കൊണ്ട് പുതയ്ക്കാം. മറ്റേ ചിറകിൽ കിടന്നുറങ്ങുകയും ചെയ്യാം. പിന്നെ മഞ്ഞിനും തണുപ്പിനും എന്നെ തൊടാൻ പോലും സാധിക്കില്ല. അവസാനം കാള കോഴിയുടെ അടുത്ത് ചെന്നു. കോഴി പറഞ്ഞു, വേണ്ട കാളെ, എനിക്ക് ഏതെങ്കിലും മരത്തിന്റെ ചൂട്ടിലിരുന്നാലും മതി. ഒരു വീടൊന്നും വെക്കേണ്ട കാര്യമില്ല. ആരും സഹായിക്കില്ല എന്ന് മനസ്സിലായ കാള തനിയെ മഞ്ഞുകാലത്തേക്ക് വേണ്ടി ഒരു വീട് പണിതു. ആ വീട്ടിൽ ഒരു നെരിപ്പോടും വെച്ച് അവൻ അവിടെ സുഖമായി താമസം ആരംഭിച്ചു. ആ കൊല്ലം മഞ്ഞുകാലം വളരെ നേരത്തെ വന്നു. മൂടൽമഞ്ഞ് വളരെ ശക്തമായിരുന്നു. ചെമ്മരിയാട് അവിടെയും ഇവിടെയും അലഞ്ഞു നടന്നു. അവൻ ചൂടിനു വേണ്ടി കൊതിച്ചു. അവസാനം അവൻ കാളയെ തിരഞ്ഞു ചെന്നു. കാളയുടെ വീടിന്റെ പുറത്തു നിന്നും അവൻ വിളിച്ചു പറഞ്ഞു, കാളെ, പുറത്തെ തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, എന്നെ കൂടി അകത്ത് കടത്തൂ. ഇത് കേട്ട കാള പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ അകത്ത് കടത്തുകയില്ല. നീ വീട് പണിയാൻ കൂടിയില്ലല്ലോ. നിനക്ക് മഞ്ഞുകാലത്ത് ഒരു കുഴപ്പവും വരില്ല എന്നല്ലേ നീ പറഞ്ഞത്? നിനക്ക് നിന്റെ രോമക്കുപ്പായമില്ലേ? ഇത് കേട്ടപ്പോൾ ചെമ്മരിയാടിന് ദേഷ്യം വന്നു. അത് ഉറക്കെ പറഞ്ഞു, കാളെ, നീ എന്നെ അകത്ത് കടത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇതിന്റെ വാതിൽ ചവിട്ടി പൊളിക്കും. പിന്നെ നീയും മരവിച്ച് ചത്തുപോകും. ചെമ്മരിയാടിനെ അകത്ത് കടത്താതിരുന്നാൽ അവൻ തന്നെ വിഷമിപ്പിക്കുമെന്ന് കാള ഭയപ്പെട്ടു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ശരി, നീ എൻ്റെ സുഹൃത്തല്ലേ, നിന്നെ ഞാൻ അകത്ത് കടത്താം. അങ്ങനെ ചെമ്മരിയാട് അകത്ത് കടന്നു. നെരിപ്പോടിന്റെ അടുത്ത് കിടന്ന ഒരു ബെഞ്ചിൽ കിടന്ന് ഉറക്കമായി.
കുറച്ച് കഴിഞ്ഞപ്പോൾ പന്നി വന്നു. അവനും തന്നെ അകത്ത് കടത്താൻ അപേക്ഷിച്ചു. വീട് കെട്ടാൻ സഹായിക്കാത്ത അവനെ കാള അകത്ത് കടത്തിയില്ല. മണ്ണിൽ കുഴിയുണ്ടാക്കി അവിടെ പോയി കിടക്കുക എന്ന് കാള പറഞ്ഞു. ഇത് കേട്ട പന്നിക്കും ദേഷ്യം വന്നു. മര്യാദയ്ക്ക് എന്നെ കൂടി അകത്ത് കടത്തുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ തേറ്റ കൊണ്ട് നിന്റെ വീട് കുത്തി തള്ളിയിടും എന്ന് പറഞ്ഞു പന്നി. പന്നി വീട് തള്ളിയിട്ടേക്കുമെന്ന് ഭയന്ന കാള പറഞ്ഞു, ശരി, നീയും എൻ്റെ കൂട്ടുകാരനല്ലേ, അകത്തേക്ക് വരൂ. അകത്ത് കടന്ന പന്നി നിലവറയിൽ പോയി സ്ഥാനം പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തണുത്ത് വിറച്ചുകൊണ്ട് താറാവ് വന്നു. അവനും പുറത്തു നിന്ന് വിളിച്ചു ചോദിച്ചു, കാളേ, ഞാനും കൂടി വരട്ടെ തീ കായാൻ? വേണ്ട വേണ്ട, നിനക്ക് കിടക്കാൻ ഒരു ചിറകും പുതയ്ക്കാൻ മറ്റേ ചിറകുമില്ലേ, പിന്നെന്തിനാ ഇവിടെ വരുന്നത്? കാള ചോദിച്ചു. എന്നെ അകത്ത് കടത്തുകയാണ് നല്ലത്, ഇല്ലെങ്കിൽ പുരയുടെ മുകളിൽ പുല്ലൊന്നും കാണില്ല, ഞാൻ എല്ലാം കൊത്തി താഴെയിടും, പിന്നെ നീയും തണുത്തു ചാകും, താറാവ് പറഞ്ഞു. അവസാനം കാള താറാവിനെയും അകത്ത് കടത്തി. താറാവ് അടുക്കളയിൽ ഒരു മൂലയിൽ സ്ഥാനം പിടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കോഴിയും എത്തി. അവനും തന്നെ അകത്ത് കടത്താൻ പറഞ്ഞു. കാള പറഞ്ഞു, നീ മരച്ചോട്ടിൽ പോയി കിടന്നോ. പക്ഷേ കോഴി സമ്മതിച്ചില്ല. കോഴി പറഞ്ഞു, എന്നെ അകത്ത് കയറ്റിയില്ലെങ്കിൽ ഞാൻ മേൽപ്പുര തുളച്ച് തണുപ്പ് അകത്ത് കയറ്റി വിടും, പിന്നെ നീയും കഷ്ടപ്പെടും. അവസാനം കാള കോഴിയെയും അകത്ത് കടത്തി. അങ്ങനെ 5 പേരും കൂടി ആ വീട്ടിൽ താമസം തുടങ്ങി. ഈ വാർത്ത കാട്ടിൽ പരന്നു. കാട്ടിൽ താമസിച്ചിരുന്ന കരടിയും ചെന്നായിയും വിവരമറിഞ്ഞു. ഒരു ദിവസം കരടി പറഞ്ഞു, ചെന്നായേ, നമുക്ക് ആ വീട്ടിൽ പോകാം, അവരെ തിന്ന് അവിടെ താമസമർപ്പിക്കാം. ഇത് കേട്ട ചെന്നായ പറഞ്ഞു, കരടി, നീ ആദ്യം വീട്ടിനുള്ളിൽ കടക്കണം, ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. അത് കേട്ട കരടി പറഞ്ഞു, അത് വേണ്ട ചെന്നായെ, നിനക്കാണ് വേഗം കൂടുതൽ, അതുകൊണ്ട് നീ ആദ്യം അകത്ത് കിടക്ക്, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അവസാനം ചെന്നായ തന്നെ പതുക്കെ സൂത്രത്തിൽ വീട്ടിനുള്ളിൽ കടന്നു. വീട്ടിനുള്ളിൽ കടന്ന ചെന്നായെ കണ്ടതും കാള അവനെ കൊമ്പുകൊണ്ട് കോരി ചുമരിലേക്ക് ഒരു ഏറു കൊടുത്തു. ഇത് കണ്ട ചെമ്മരിയാട് ചാടി ചാടി ചെന്നായെ ഇടിക്കാൻ തുടങ്ങി. നിലവറയിൽ കിടന്ന പന്നി അലറിക്കൊണ്ടുവന്നു. എൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്, ഒരു മഴുവുണ്ട്, ഞാൻ അവനെ ഇപ്പൊ തന്നെ കുത്തിക്കൊല്ലും, വെട്ടിക്കൊല്ലും. താറാവാണെങ്കിലോ ചെന്നായയുടെ ദേഹം മുഴുവൻ സർവശക്തിയും എടുത്ത് കൊത്തി. കോഴി മേൽപോട്ടും കീഴ്പോട്ടും ചാടി പറന്നുകൊണ്ട് അലറി, എന്നെ ഇപ്പൊ പിടിച്ചില്ലെങ്കിൽ ഞാൻ ഇവന്റെ തൊലിയുരിയും. ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചും ചെന്നായ ഒരു വിധം അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഓടി. കരടിയും അവന്റെ പിന്നാലെ ഓടി. കുറെ ദൂരം ചെന്നപ്പോൾ ചെന്നായ പറഞ്ഞു, കരടി, ഒരു തരത്തിലാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഒരു കറമ്പൻ എന്നെ ചുമരിനോട് ചേർത്ത് പിടിച്ചു. ചാരനിറത്തിൽ രോമക്കുപ്പായമുള്ള ഒരുത്തൻ ചുറ്റിക കൊണ്ട് എന്നെ ഇടിച്ചു. എൻ്റെ എല്ല് മുഴുവൻ നുറുങ്ങിപ്പോയി. ഒരു തൂവൽ കുപ്പായക്കാരനാണെങ്കിൽ കൊടിലുകൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ കൊത്തിപ്പറിച്ചു. മറ്റൊരുത്തൻ എൻ്റെ തോല് മുഴുവൻ ഉരിയുമെന്ന് പറഞ്ഞ് നൃത്തം ചെയ്തു. നിലവറയിൽ കിടന്ന ഒരുത്തൻ കത്തിയും മുഴുവുമായി വരാൻ തുടങ്ങി. ഒരു തരത്തിലാണ് ചങ്ങാതി ഞാൻ രക്ഷപ്പെട്ടത്. പിന്നീട് ചെന്നായയും കരടിയും ആ വീട്ടിലേക്ക് എത്തി നോക്കിയിട്ട് പോലും ഇല്ല. ആ സുഹൃത്തുക്കളാണെങ്കിൽ ആ വീട്ടിൽ സുഖമായി കുറേ കാലം കഴിഞ്ഞു.